വീണേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ഓ വെച്ചിട്ടുള്ള എന്ത് ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങുക? അത് വാങ്ങി കൊടുക്കണം മുത്തേ. ഗിഫ്റ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്. എന്താ പറഞ്ഞു പറഞ്ഞൊരു സംവിധായക ഓ വെച്ചിട്ട് ഒരു പാട്ട് പാടാവോ? ഓ ഓ ജാനം അടുത്ത വരി പാടിക്കോ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു ബീറ്റ് ബോക്സർ ഉണ്ട്. ബീറ്റ് ബോക്സറെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ബീറ്റ് ബോക്സർക്ക് ഒരു വരൂ പെർഫോം ചെയ്യാൻ പറ്റുമോ ആർദ്ര? പിന്നെന്താ? ഓ അടിപൊളി. ഇവിടെ ഇരിക്കണോ? വേണ്ട, ജസ്റ്റ് ചെറിയൊരു സാമ്പിൾ സാറിന് വേണ്ടി. ബീറ്റ് ബോക്സിംഗ് അറിയാലോ. Ladies and gentlemen, let's listen to the beat. 3, 2, 1, and go! You. Thank you. Wow. Thanks so much. ഔട്ട്സ്റ്റാൻഡിംഗ്. Thank you, sir. Thank you. ആർദ്ര റെക്കോർഡ് ഹോൾഡർ ആണ്. Guinness World Record. Thank you. Thank you. Guinness World Record ഉണ്ട്. Thank you. താങ്ക് യു. ഈ ബീറ്റ് ബോക്സർമാരൊക്കെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിനൊക്കെ ഒരു ഭീഷണിയാണോ? ഞങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇത് മിമിക്രിയിലെ ഒരു ഐറ്റമാണ്. ആണോ? സത്യം എന്റെ അച്ഛനൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ. നമ്മുടെ നാദസ്വരം. ഇവരുടെ പാട്ടിന്റെ ഒരു ബേസിക് തീം ഇതാണ്. ഇതാണ് ഇവരുടെ ആസിഫും അർജുൻ തമ്മിലുള്ള പാട്ടിന്റെ ബേസിക് ബീറ്റ് അതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ്. അടിപൊളിയാണ്. ആർദ്രയുടെ വീഡിയോസ് അല്ലേ? സത്യം ഭയങ്കര കണ്ട ചെറിയ കക്ഷികളൊന്നും ഞങ്ങളുടെ കയ്യിലുള്ളത്. Thank you, sir. അങ്ങനെയാണെങ്കിൽ അർജുൻ അശോകന് മിമിക്രി അറിയൂ? അറിയില്ലല്ലേ? വെരി ബാഡ്. ഇതൊക്കെ പഠിച്ചോണ്ട് വരണ്ടേ? ഒരു ഇത്ര ആർദ്ര ഇങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസ് കാണിച്ചതുകൊണ്ട് തിരിച്ചൊരു പെർഫോമൻസ് കാണിച്ചു കൊടുക്കണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാ? സെപ്റ്റംബർ 15-ാം തീയതി 15-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ പറയാം. ആ രോമാഞ്ചത്തിൽ ആ എക്സ്പ്രഷൻ എങ്കിലും ഒന്ന് ഇട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ